അതാ അതിന്റെ പൂ. ഒരു പൈനാപ്പിൾ ജാം റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അമ്മോട്ടമ്മ അടിപൊളി പൈനാപ്പിൾ ജാം ആയിട്ട് വന്നിരിക്കുന്നത്. ഈ ചെടിയുടെ പൈനാപ്പിളിന്റെ പൂവാണിത്. പക്ഷേ ഇത് പൈനാപ്പിൾ അല്ല. ഓക്കെ, നമുക്കങ്ങനെ റെസിപ്പിയിലേക്ക് പോയാലോ. ആദ്യമേ പൈനാപ്പിൾ എല്ലാം നന്നായി ചെത്തി കൊടുക്കാം. പൈനാപ്പിൾ ചെത്തിയതിന് ശേഷം അതിൻ്റെ മുകളിലുള്ള കുരു ഒന്ന് മാറ്റി കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതൊന്ന് കുഞ്ഞു കുഞ്ഞു പീസാക്കി എടുക്കാം. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായി ഒന്ന് അരച്ചെടുത്താലോ. നമ്മൾ അന്നേരം അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിക്കാം. ഒരു കപ്പ് നിറച്ച് നമുക്ക് ഇച്ചിരി പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കാം. നമ്മൾ എടുത്തു വച്ചിരുന്ന പഞ്ചസാര അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ജാമ് ഗ്യാസിലേക്കൊന്ന് വെച്ച് അതിലൊരു പട്ടയും കൂടെ ഇട്ട് നന്നായി മിക്സ് ചെയ്യാം. കുറേ നേരം കഴിയുമ്പം ഇങ്ങനെ ഒരു കട്ടി പരുവത്തിലായി കിട്ടും. നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം. ഒരു ജാമിൻ്റെ പരുവായി കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് സിട്രിക് ആസിഡ് ആണ് ഇടുന്നത്. സിട്രിക് ആസിഡ് ഇല്ലെങ്കിൽ ഇച്ചിരി നാരങ്ങ പിടിഞ്ഞു വെച്ചാലും മതി. നമുക്ക് ജാം ആവണമെന്ന് നോക്കാൻ വേണ്ടി ഒരു പ്ലേറ്റിൽ ഒഴിച്ച് ഒന്ന് കറക്കി കൊടുക്കാം. ഒഴുകുന്നെങ്കിൽ നമ്മുടെ ജാം ആയിട്ടില്ല. നല്ല കട്ടി വേഗത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആവാതിരുന്നാൽ നമ്മുടെ ജാം ആവും. നമുക്ക് ഇതിലിട്ടിരുന്ന പട്ട എങ്ങെടുത്ത് കളയാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ജാം ആയിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ.